കാഞ്ചി ഞാനെങ്ങനെയാണ് പഠിക്കുകയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഷിൻ ഇമാമിയ എന്നാണ് എഴുതിയേക്കണേ. താഴെ ഹിരഗാനയിൽ എഴുതിയിട്ടുണ്ട് ഷിൻ ഇമാമിയ, അപ്പുറത്ത് രോമാജിയിൽ എഴുതിയിട്ടുണ്ട് റോമൻ ക്യാരക്ടേഴ്സ് ഷിൻ ഇമാമിയ. സോ N4 ലെവൽ വരെയൊക്കെ ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 6 മാസത്തോളം പഠിച്ച സമയത്ത് ഒരു 350-400ഓളം കാഞ്ചി പഠിച്ച്. സോ ആദ്യത്തെ കാഞ്ചി അതിന് മാത്രമായിട്ട് ബ്രേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ റീഡിങ് അത്തരാഷിന്ന് വായിക്കും, ഷീന്ന് വായിക്കും. ഷീ അല്ല ഷിൻ എന്നുള്ള അർത്ഥമുണ്ട്. രണ്ടിനും പുതിയതെന്നാണ് അർത്ഥം. രണ്ടാമത്തെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇമ പിന്നെ ക്യോ എന്നൊക്കെ വരും അതിൻ്റെ കൂടെ വേറെ കാഞ്ചി വരുമ്പോൾ. ഇപ്പം അതിൻ്റെ റീഡിങ് ഇമ എന്നാണ്. ഇമ എന്നുള്ളതിൻ്റെ അർത്ഥം ഇപ്പോൾ. അടുത്തത് മിയ എന്നുള്ള കാഞ്ചിയില്ല, മൂന്നാമത്തെ ഇമാമി എന്നുള്ള കാഞ്ചി എനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു. ഈ ഏറ്റവും ലാസ്റ്റ് ഞാൻ പണിക്ക് പോയ സ്ഥലത്തിൻ്റെ പേര് നിഷിനോമിയ എന്നാണ്. നിഷി എനിക്കറിയായിരുന്നു. അങ്ങനെ ഡെയിലി കണ്ടിട്ടാണ് ആ ഒരു കാഞ്ചി മനസ്സിലാക്കി എടുത്തത്. ഇനിയിപ്പോൾ ഇത് കണ്ട മേ ബി ഇതിന് വേറെ റീഡിങ് ഉണ്ടായിരിക്കും കേട്ടോ. കാഞ്ചിക്ക് ഒറ്റ റീഡിങ് അല്ല, ഒന്ന് ചൈനീസ് റീഡിംഗ് ഉണ്ട്, ജാപ്പനീസ് റീഡിംഗ് ഉണ്ട്, കുറേ കാഞ്ചിക്ക് മൾട്ടിപ്പിൾ റീഡിങ്സും ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇങ്ങനെ നമുക്ക് ട്രാവൽ കുറേ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കണ്ട് അല്ലാണ്ട് കാഞ്ചി പഠിക്കാൻ വേണ്ടി N4 വരെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഓരോന്നും വായിച്ച് മനസ്സിലാക്കണം. ഷിൻ ഇമ മിയ എന്നാണ് ലാസ്റ്റ് കാഞ്ചിയുടെ റീഡിങ്.